ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള നല്ല ടേസ്റ്റി മൂസിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഈ ഒരു മൂസ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഹൈഡ് ആൻഡ് സിക്കിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്, 2 പാക്കറ്റ്. ഇനി നമുക്കിത് പൊളിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. നല്ല ഫൈൻ പൗഡറാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് റെഡിയായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുപ്പത്തൊരു പാന് ചൂടാക്കുക. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു പാലിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇടുന്ന നേരം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഫ്ലെയിം വെക്കാൻ കേട്ടോ. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊന്നും ഇടരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് മിക്സാക്കി എടുക്കാൻ. അപ്പോൾ അതൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്തിട്ടുള്ളത്, അതാകുമ്പോൾ നല്ല ഫ്ലേവറാണ്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതൊക്കെ മിക്സ് ചെയ്യുമ്പം ലോ ഫ്ലെയിമിലിടാം. എന്നിട്ടെല്ലാം ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു പകുതി കുറുകിയതിന് ശേഷം നമുക്കിതിലോട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്, കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഇതാ ഫുള്ളായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പെട്ടെന്ന് അത് മെൽട്ടായി കിട്ടും. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് മെൽട്ടായി കിട്ടും കേട്ടോ. അങ്ങനെ മെൽട്ടായതിന് ശേഷം നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകിനോ നോക്കാൻ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മളൊന്ന് ഡിപ്പ് ചെയ്യുക. അപ്പം സ്പൂണിൽ നന്നോളം കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മൂസ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മൂസ് കഴിക്കാൻ. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലാണ്. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഗ്ലാസ്സിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതാട്ടോ. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഓരോ ടേബിൾ സ്പൂണായിട്ട് ഓരോ ഗ്ലാസ്സിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് സെയിൽ ചെയ്യുന്ന സമയത്ത് ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കാം കേട്ടോ. അതുപോലെ പാർട്ടികളിലൊക്കെ വിളമ്പുമ്പോൾ അതിൻ്റേതായ ഷോർട്സിൻ്റെ ഗ്ലാസ് ഉണ്ടാവും, അതിൽ സെർവ് ചെയ്യാം. അങ്ങനെ ബിസ്ക്കറ്റ് എല്ലാ ഗ്ലാസ്സിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മുടെ മൂസും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ഗ്ലാസ്സിലും അതുപോലെ ചെയ്തെടുത്തിട്ട് വീണ്ടും ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലിൽ ചോക്ലേറ്റിൻ്റെ മൂസാക്കിയിട്ട് 3 ലെയറാക്കിയിട്ടാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൂസ് എന്ന് പറയുന്നത് വളരെ വളരെ ടേസ്റ്റിയാണ്. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് വേണം ഈ ഒരു മൂസ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഇത് അവസാനമായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൗഡറും കൂടി എല്ലാത്തിലും ഇട്ട് കൊടുക്കാം. കുറച്ചൊരു കൊക്കോ പൗഡർ, അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ അതിൻ്റെ മേലിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂസ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് മൂസാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.